നമസ്കാരം. കൺമുൻപിൽ നാം കാണുന്ന ദേവതകളാണ് നാഗദൈവങ്ങൾ. നാഗദൈവങ്ങൾ ഒരു വ്യക്തിയിൽ പ്രസാദിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും. അതേപോലെ തന്നെ നാഗദൈവങ്ങൾ കോപിഷ്ഠരാവുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതം നശിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അത്തരത്തിൽ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് ചില നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ജാതകത്തിൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ദോഷഫലങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് നാഗദോഷം ജീവിതത്തിൽ വന്ന് ചേരുന്നതുമാകുന്നു. അതേപോലെ തന്നെ മുൻജന്മത്തിൽ സർപ്പങ്ങളായി ചില വ്യക്തികൾ ജനിക്കുന്നതാണ്. മുൻജന്മത്തിൽ സർപ്പങ്ങളായി ജനിച്ചവർ ഈ ജന്മത്തിൽ മനുഷ്യരായാൽ ചില ലക്ഷണങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും. ഈ ലക്ഷണങ്ങൾ, അതായത് മുൻജന്മത്തിൽ സർപ്പങ്ങളായിരുന്നു നിങ്ങൾ എങ്കിൽ ചില ലക്ഷണങ്ങൾ പ്രകടമാകും. ഈ ലക്ഷണങ്ങളെക്കുറിച്ചും സർപ്പദോഷവുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാരെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന ശിവപൂജയിലും ബുധനാഴ്ച നടത്തുന്ന വിഷ്ണു പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് മുൻജന്മത്തിൽ സർപ്പങ്ങളായിരുന്നു എങ്കിൽ ഈ ജന്മത്തിൽ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാകുന്നു. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഉണ്ട് എങ്കിൽ മുൻജന്മത്തിൽ നിങ്ങൾ പാമ്പുകളായിരുന്നു എന്ന് തന്നെ പറയാം. അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് മുൻജന്മത്തിൽ പാമ്പുകളായിരുന്ന വ്യക്തികളാണ് എങ്കിൽ ആ വ്യക്തികളുടെ കണ്ണിൽ മറുകുണ്ടാകും എന്നതാകുന്നു. കറുത്ത നിറത്തിലൊരു മറുകുണ്ട് എങ്കിൽ അത് മുൻജന്മത്തിൽ പാമ്പുകളായിരുന്ന വ്യക്തികളുടെ ലക്ഷണമാകുന്നു. അതിനാൽ തന്നെ ആ വ്യക്തികൾ അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. മുൻജന്മത്തിൽ പാമ്പും ഈ ജന്മത്തിൽ മനുഷ്യരുമായി ജനിക്കുകയാണ് എങ്കിലാണ് ഇത്തരത്തിൽ കണ്ണിൽ മറുകുണ്ടാകുക. അതിനാൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ജന്മത്തിൽ നാഗാരാധന നടത്തേണ്ടതാകുന്നു. നാഗങ്ങളെ ആരാധിക്കുന്നത് വളരെ ശുഭകരമാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചത്ര ഉയർച്ച ലഭിക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും നാഗങ്ങളെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പെട്ടെന്ന് തന്നെ സാഹചര്യം അനുസരിച്ച് മാറാനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നു ചേരും. സാഹചര്യത്തിനൊത്ത് പെരുമാറുവാനുള്ള അവസരങ്ങൾ, അത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത നിങ്ങളിലുണ്ട് എങ്കിൽ നാം അർത്ഥമാക്കേണ്ടത് തീർച്ചയായും നിങ്ങൾ മുൻജന്മത്തിൽ പാമ്പുകളായിരുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിലൊരു ലക്ഷണം തന്നെയാണ് ഇത്. അതിനാൽ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത് പോലും അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് തന്നെ പറയാം. ഏവർക്കും ഇത്തരത്തിൽ അവസരത്തിനൊത്ത് പെരുമാറുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിലുള്ളവർ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വ്യക്തിയോട് ശത്രുത ഇവർക്ക് തോന്നുകയാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. കാരണം ശത്രുക്കളായവരെ ഏതു വിധേനയും തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തും. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ നാം അത് നോക്കി കാണേണ്ടതാകുന്നു. തീർച്ചയായും ശത്രുക്കളെ അവർ തോൽപ്പിച്ച് അവർക്ക് മേൽ വിജയം നേടുവാൻ ഇവർ ഏതറ്റം വരെയും പോകും എന്ന് ചുരുക്കി പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങളും ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് സ്കിൻ ഡിസീസസ് അഥവാ ചർമ്മരോഗങ്ങൾ ഇവരെ പെട്ടെന്ന് ബാധിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കില്ല എങ്കിൽ പോലും ചില വ്യക്തികൾക്ക് മാത്രം പെട്ടെന്ന് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കുന്നതാണ്. അത്തരത്തിൽ അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട് എങ്കിൽ മുൻജന്മത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇവർ മുൻജന്മത്തിൽ പാമ്പുകളായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഏവരും ഇത്തരത്തിലാകണം എന്നില്ല. ജാതകത്തിൽ വരുന്ന ദോഷങ്ങളാൽ, സർപ്പദോഷങ്ങളാൽ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാലും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാവുന്നതാണ്. അതിനാൽ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലൊരു കാര്യത്തിന് സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. പൊതുവെ ഈ വ്യക്തികളിൽ കാണുന്ന മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് തണുത്ത ശരീരമായിരിക്കും എന്ന കാര്യമാണ്. ചൂട് അധികം ഇഷ്ടമില്ലാത്തവരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചൂട് സ്വതവേ ഇവർക്ക് ഇഷ്ടമല്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തണുത്ത ശരീരമുള്ളവരും
ചൂട് അധികം താല്പര്യമില്ലാത്തവരുമാണ് എങ്കിൽ, അതിവർക്ക് ജനനം മുതൽ ഇത്തരത്തിലൊരു സ്വഭാവ സവിശേഷത ഉള്ളവരാണ് എങ്കിൽ മുൻജന്മത്തിൽ പാമ്പുകൾ ആകുവാൻ സാധ്യത കൂടുതലാകുന്നു. അത്തരത്തിലൊരു ജന്മം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ലക്ഷണങ്ങളാണ് മുൻജന്മത്തിൽ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുക. ഇനി പറയാൻ പോകുന്നത് ഏവരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാകുന്നു. ഏവരുടെയും ജാതകത്തിൽ അല്ലെങ്കിൽ പല വ്യക്തികളുടെയും ജാതകത്തിൽ ഇത്തരത്തിൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. രാഹുകേതു ദശാകാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് രാഹുകേതു ദശാകാലമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ സർപ്പപ്രീതി വരുത്തേണ്ടത് അനിവാര്യമാകുന്നു. ആ കാര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നാഗദോഷം വന്ന് ചേരുന്നതിനും തന്മൂലം ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്നതിനും കാരണമായി തീരും. അതിനാൽ തീർച്ചയായും ജാതകത്തിൽ ഈ സമയങ്ങളിലൂടെ പോകുന്നവർ ഒരിക്കലും നാഗാരാധന മുടക്കുവാൻ പാടില്ല എന്നാണ് പറയുക. നാഗങ്ങളുടെ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുക. കൂടാതെ അടുത്ത് നാഗക്ഷേത്രമുണ്ട് എങ്കിൽ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്താം. അതോടൊപ്പം പാലും നൂറും നിങ്ങൾ നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. ഇത്തരത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് അവർക്കും ദോഷമായി തന്നെ മാറും. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ചില നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടാണ്. ഈ നക്ഷത്രക്കാർക്ക് ജനനം മുതൽ നാഗങ്ങളുടെ കടാക്ഷം ഉള്ളവരാകുന്നു. അതിനാൽ തന്നെ നാഗങ്ങളെ ഇവർ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും. എന്നാൽ നാഗങ്ങളെ ഇവർ ആരാധിക്കാതിരിക്കുകയാണ് എങ്കിൽ ഫലം നേരെ തിരിച്ചുമാകും. അതായത് ഇവർക്ക് വളരെ ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം വന്നുകൊണ്ടേയിരിക്കും. പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ വളരെയധികം പ്രയാസം ഇവർ നേരിടേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. ഇനി അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആ നക്ഷത്രക്കാർ ഇവരാകുന്നു. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാകുന്നു. എന്നാൽ നാഗങ്ങളുമായി ബന്ധപ്പെട്ടും ഇവരെ പരാമർശിക്കുന്നതാണ്. നാഗങ്ങളുമായി ബന്ധമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർ. അതിനാൽ തന്നെ ഇവർ തീർച്ചയായും നാഗങ്ങളെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. നാഗങ്ങളെ ഇവർ ശരിയായ രീതിയിൽ ആരാധിച്ചാൽ, നാഗമന്ത്രങ്ങൾ നിത്യവും ജപിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും. കഠിനാധ്വാനം അധികം ചെയ്യാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സംജാതമാകും. അതിനാൽ തന്നെ തീർച്ചയായും ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. നിങ്ങളുടെ ഉയർച്ച നാഗങ്ങളുമായി ബന്ധപ്പെട്ട് വേഗത്തിലാകുവാൻ നിങ്ങൾ നിത്യവും നാഗാരാധന നടത്തുക. സാധിക്കുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധമുള്ള നക്ഷത്രക്കാർ തന്നെയാകുന്നു. എന്നാൽ രോഹിണി നക്ഷത്രക്കാർക്ക് നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നക്ഷത്രങ്ങൾ കൂടിയാകുന്നു. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇവർ നാഗാരാധന മുടക്കരുത്. അത് വീട്ടിലെ അംഗങ്ങളും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. ഇവർ നിത്യവും നാഗങ്ങളെ ആരാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉയർച്ച വേഗത്തിലാക്കുവാൻ സഹായകരമാകും. സാധിക്കുന്ന അവസരങ്ങളിൽ ദർശനം നടത്തുക. നിത്യവും ദർശനം നടത്തണം എന്ന് പറയുന്നില്ല. മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ കുറഞ്ഞത് നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ, നാഗങ്ങളെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, പ്രത്യേകിച്ചും ആ വ്യക്തികളുടെ ജീവിതത്തിൽ കഷ്ടതകൾ കുറയുന്നതിനും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും രോഹിണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്.
പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാഗങ്ങളുടെ കടാക്ഷം ജന്മന ഉള്ളവരാകുന്നു. നാഗങ്ങളെ ഇവർ ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇരട്ടി ഫലങ്ങൾ വന്നു ചേരും. ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. അതിനാൽ പുണർന്ന നക്ഷത്രക്കാരും നാഗാരാധന മുടക്കരുത്. നാഗങ്ങളുടെ ആരാധന, നാഗങ്ങളെ ആരാധിക്കാതിരിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങൾ വന്നു ചേരാം. വിചാരിച്ച രീതിയിൽ ഉയർച്ച വന്നു ചേരണം എന്നില്ല. അതിനാൽ തീർച്ചയായും നാഗങ്ങളെ ആരാധിച്ച് മുന്നോട്ടു പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്കും പ്രത്യേകിച്ച് നാഗങ്ങളുടെ കടാക്ഷം ഉള്ളവർ തന്നെയാകുന്നു. എന്നാൽ നാഗങ്ങളെ ഇവർ ആരാധിക്കാതിരിക്കുകയാണ് എങ്കിൽ കോട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ വന്നു ചേരാം. അതിനാൽ തീർച്ചയായും നാഗങ്ങളെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഭാഗ്യം, അതേപോലെ തന്നെ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും. നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നാഗമന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ നാഗങ്ങളെ ആരാധിക്കുകയാണ് എങ്കിൽ കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. നിങ്ങൾ ദുരിതത്തിലാണ്, എന്നിരുന്നാൽ പോലും നാഗങ്ങളെ നിത്യവും ആരാധിക്കുക. ഇന്ന് ആരാധിച്ചാൽ നാളെ തന്നെ ഫലം ലഭിക്കും എന്നല്ല പറയുന്നത്. ഈ നക്ഷത്രക്കാർക്കാർക്കും ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഫലം വന്നു ചേരണം എന്നില്ല. അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വന്നു ചേരണം എന്നില്ല. പക്ഷെ നാഗങ്ങളെ ആരാധിക്കുന്നത് നിത്യവും മുടക്കം കൂടാതെ ചെയ്യുകയാണ് എങ്കിൽ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ആ കാര്യം തീർച്ച തന്നെയാകുന്നു. നാഗങ്ങളെ ആരാധിക്കുക. നാഗങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുക. നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. അതല്ല എങ്കിൽ വിചാരിച്ച രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അതേപോലെ തടസ്സങ്ങൾ വന്നു ചേരാം. കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ ലക്ഷ്യസ്ഥാനത്ത് ശരിയായ രീതിയിൽ തന്നെ ചെന്നെത്തുവാൻ സാധിക്കും. തടസ്സങ്ങൾ കൂടാതെ ചെന്നെത്തുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ തന്നെ പൂരം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. എന്നാൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ ജന്മന നാഗങ്ങളുടെ കടാക്ഷമുള്ള പൂരാടം നക്ഷത്രക്കാർ നാഗങ്ങളെ ആരാധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. നാഗങ്ങളെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തും. ഈ കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. സാധിക്കുന്ന അവസരങ്ങളിൽ നാഗക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു നക്ഷത്രമാണ് എന്ന് ഏവർക്കും അറിയാം. ഇവർക്ക് ജന്മന നാഗങ്ങളുടെ കടാക്ഷം ഉള്ളവർ തന്നെയാകുന്നു. അല്പം മുൻകോപികളാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ആയില്യം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ മനക്ലേശങ്ങൾ ഒഴിയുവാനും ജീവിതത്തിൽ ഉയർച്ച വേഗത്തിലാകുവാനും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാനും നാഗങ്ങളെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇവർ നാഗങ്ങളെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച വേഗത്തിലായിരിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. അതിനാൽ ആയില്യം നക്ഷത്രക്കാർ നാഗാരാധന മുടക്കരുത്. മുടക്കുകയാണ് എങ്കിൽ സർപ്പദോഷം വന്നു ചേരുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതപൂർണമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഉയർച്ചയില്ലാതെ ഇരിക്കുന്നതിന് കാരണമായി തീരാം. അതിനാൽ തീർച്ചയായും നാഗങ്ങളെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ നാഗങ്ങളെ ആരാധിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ച പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതേപോലെ തന്നെ കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരും. നിത്യവും മുടക്കം കൂടാതെ ആരാധിച്ചാൽ മാത്രമേ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നാഗക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ്.
മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികൾ നാഗാരാധന മുടക്കാതിരിക്കുകയാണ് എങ്കിൽ, നിത്യവും നാഗങ്ങളെ ആരാധിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ലാഭം വർദ്ധിക്കും, ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും. അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച വേഗത്തിലായിരിക്കും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും തിരുവോണം നക്ഷത്രക്കാർ നാഗാരാധന മുടക്കാതിരിക്കുക. അതോടൊപ്പം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ കൂടി മറക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വേഗത്തിൽ തന്നെ വന്നു ഭവിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു. ചതയ നക്ഷത്രക്കാർക്കും നാഗങ്ങളുമായി മുൻജന്മ ബന്ധമുള്ള നക്ഷത്രക്കാർ തന്നെയാകുന്നു. അതിനാൽ നാഗങ്ങളെ ഇവർ ആരാധിക്കുകയാണ് എങ്കിൽ കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ സഹായകരമായി തീരും. അതിനായി നിത്യവും നാഗങ്ങളെ ആരാധിക്കുക, നാഗമന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക. അതോടൊപ്പം മാസത്തിൽ ഒരിക്കലാണ് എങ്കിൽ പോലും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. തന്നാൽ കഴിയുന്ന വഴിപാടുകളും ഈ സമയം നടത്തുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഉയർച്ച ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും രാഹുകേതു ദശാകാലത്ത് തീർച്ചയായും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. അത് വിദേശത്താണ് എങ്കിൽ പോലും നാട്ടിൽ വരുന്ന അവസരത്തിൽ നിങ്ങൾ മറക്കാതെ ദർശനം നടത്തുക. അതേപോലെ തന്നെ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുവാൻ മറക്കാതിരിക്കുക. പ്രത്യേകിച്ചും പാലും നൂറും നടത്തുന്നതും അതേപോലെ തന്നെ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്.